ഹായ് ഓൾ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടം സിദ്ദിഖ് സാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഫുക്രി എന്ന് പറയുന്ന സിനിമയാണ്. Yes, I'm lucky. Look man, Ali Fukri. സോ ഇന്ന് നമുക്ക് ഫുക്രിയെ പറ്റി സംസാരിക്കാം. ഫുക്രി ശരിക്കും ജോമോന്റെ സുവിശേഷങ്ങൾ, മുന്തിരിവളികൾ തളിർക്കുമ്പോൾ എന്നീ പറയുന്ന രണ്ട് സിനിമകളുടെ കൂടെ തന്നെ ഇറങ്ങേണ്ട സിനിമയായിരുന്നു ഫുക്രി. ബട്ട് നമുക്കറിയാം സിനിമാ സമരം ആ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് ഡിലേ വന്ന് ഇപ്പോഴാണ് ഫുക്രി റിലീസ് ആയത്. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവരും പറയാം ജയേട്ടനാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. കൂടെ ജോജു ചേട്ടനുണ്ട്, ഭഗത് ചേട്ടനുണ്ട്, ലാൽ ചേട്ടനുണ്ട്, സിദ്ദിഖ് ചേട്ടനുണ്ട്, അങ്ങനെ ഒത്തിരി പേര് ഈ സിനിമയിൽ ഭാഗമായിട്ടുണ്ട്. ഈ സിനിമയുടെ കഥയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടായ യുവാവിൻ്റെ റോളാണ് ചേട്ടൻ ചെയ്യുന്നത്. ആളുടെ കൂടെ തന്നെയുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് ജോർജ് ജോർജ് ഉണ്ട്, പിന്നെ ഭഗത് ചേട്ടനുണ്ട്, പിന്നെ രണ്ട് കോമഡി, എനിക്ക് അവരുടെ പേരറിയില്ല, ഈ കോമഡി ഷോസ് ഒക്കെ ചെയ്യുന്ന രണ്ട് ചേട്ടന്മാരുണ്ട്. ഇവരുടെ നമുക്കറിയാം സിദ്ദിഖ് സിനിമ ആകുമ്പോൾ കൗണ്ടറുകളാണ്, ഒരുപാട് കോമഡി ഫൺ റൈഡ് ആയിട്ടൊരു മൂവി ആയിരിക്കും. സോ കൗണ്ടറുകൾ, ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കൗണ്ടറുകളെല്ലാം വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ വിചാരിക്കും സാധാരണ സിദ്ദിഖ് ലാൽ സിനിമ അല്ലെങ്കിൽ സിദ്ദിഖ് സാറിന്റെ സിനിമകളെ കാണുന്ന പോലെയുള്ള ഒരു ഫ്രഷ്നെസ് ഉള്ള കോമഡി നമുക്ക് പലപ്പോഴും മിസ്സായി പോയിട്ടുണ്ട് ഈ സിനിമയിൽ. ലൈക്ക് എപ്പോഴും ആ ഒരു കോമഡി ഫ്രഷ്നെസ് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ എന്താ പറയുക, കോമഡിക്ക് വേണ്ടി കോമഡി കയറ്റിയ പോലെ കുറേ രംഗങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ടും തിയേറ്ററിലാണെങ്കിലും നെഗറ്റീവ് റെസ്പോൺസ് തന്നെയായിരുന്നു. എങ്കിലും ചില കൗണ്ടറുകളെല്ലാം തന്നെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ജ്യോതി ചേട്ടനെ ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് സോണിൽ നിന്നിട്ടുള്ള ആ ഒരു കൗണ്ടറുകളുണ്ടല്ലോ, ലൈക്ക് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് പെട്ടെന്ന് വരുന്ന ഒരു കൗണ്ടറെയാണ് നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുക. കാരണം നമുക്ക് ഒരിക്കലും വിചാരിക്കില്ല അങ്ങനൊരു മറുപടി കൊടുക്കുന്നു. സോ അത്തരം കൗണ്ടറുകളെല്ലാം തന്നെ നന്നായിരുന്നു. ഇനി ഇതിന്റെ കഥയിലേക്ക് നമുക്ക് വരാം. കഥ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ഒരു പയ്യൻ, സ്വാഭാവികമായിട്ട് അദ്ദേഹം നേരിടുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അയാളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. ലൈക്ക് നമ്മൾ വേഷം കെട്ടലുകൾ, ആത്മഹാട്ടം എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അതായത് പൈസയ്ക്ക് വേണ്ടി വേഷം കെട്ടിയ ഒരു ക്യാരക്ടറായി മാറുക എന്ന സംഭവങ്ങളൊക്കെ, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥകളാണ് ഈ സിനിമ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ കാര്യസ്ഥൻ എന്ന ദിലീപേട്ടൻ്റെ മൂവി നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു രണ്ട് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം സോൾവ് ആക്കാൻ പോകുന്നു. ഇവിടെ നേരെ ഓപ്പോസിറ്റ്, രണ്ട് വീട്ടുകാരല്ല, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ആക്കാനും സ്വാഭാവികമായിട്ടും വരുന്ന ഒരാളുടെ ക്യാരക്ടറാണ് ജയസൂര്യ അല്ലെങ്കിൽ ജയേട്ടൻ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ രണ്ട് നായികമാരാണുള്ളത് എന്ന് പറയാം. ലൈക്ക് അനുസിത്താരയുണ്ട്, നമ്മുടെ പ്രേഗമാട്ടുണ്ട്. പക്ഷേ പ്രേഗമാട്ടിനേക്കാളും കുറച്ചും കൂടി നന്നായി പെർഫോം ചെയ്തിരിക്കുന്ന അനുസിത്താരാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടർ പുള്ളിക്കാരുടെ കയ്യിൽ, നമ്മുടെ പ്രേഗമാട്ടിൻ്റെ കയ്യിൽ ഓക്കെ ആയിരുന്നു എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ലൈക്ക് കുറച്ചുകൂടി നല്ലൊരു റോൾ ചെയ്യാൻ, നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലോണം പെർഫോം ചെയ്തിട്ടില്ല. ബട്ട് അനുസിത്താരുടെ കൈ കിട്ടിയ ചെറിയൊരു റോളാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാതെ നല്ലോണം ഒപ്പിച്ചൊക്കെ നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ചെയ്ത് സിദ്ദിഖ് സാറിന്റെ ഗെറ്റപ്പൊക്കെ നമ്മൾ കണ്ടപ്പോൾ വിചാരിച്ചു ഒരു ടഫ് ലുക്ക് ആയിരിക്കും, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വില്ലൻ ലുക്കൊക്കെ ഉള്ള സംഭവമായിരുന്നു. ബട്ട് ആളിപ്പോൾ വളരെ നോർമലായിട്ട് നല്ലൊരു അഭിനയം തന്നെയാണ് കാഴ്ചത്. നമ്മുടെ ജയസൂര്യയുടെ ഉപ്പയായിട്ടാണ് നമ്മുടെ സിദ്ദിഖ് സാർ റോൾ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ലാൽ സാറുണ്ട്, പിന്നെ KPSC ചേച്ചിയുണ്ട്. ഇവരെല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന റോളുകളെല്ലാം പക്കയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ കഥ ഇതാണ്, ഇത്രയാണ് മെയിനായിട്ട് കഥയായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ്. കാരണം നമുക്കറിയാം ഓൾമോസ്റ്റ് കഥ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊള്ളാക്കുന്നില്ല. ലൈക്ക് ഇതാണ് കഥ, ഒരു ചെറുപ്പക്കാരൻ പണത്തിന് വേണ്ടിയുള്ള സംഭവങ്ങൾ, അങ്ങനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥ, ഇത്രയേ ഉള്ളൂ കഥ. ഇനി ഇതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരാം. നമുക്ക് ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്ന വിജയ് ഉലകനാഥ് സാറാണ്. നമുക്ക് ഇതിന് മുമ്പ് ഭാസ്കർ രാസ്കറിലും അതേപോലെ തന്നെ മാടമ്പി, നീലത്താമര എന്നിവയുടെ സിനിമയിലെല്ലാം തന്നെ വിജയ് ഉലകനാഥ് സാറാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നീറ്റ് ആൻഡ് ഒരു കുഴപ്പമില്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി സൈഡ് നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഫുക്രി എന്ന സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഡോക്ടർ എൻ സുദീപും വിശ്വജിത്ത് എന്നിവർ കൂടിയിട്ടാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ രണ്ട് ഗാനങ്ങൾ വളരെ നല്ലതാണ്. എന്നിരുന്നാലും ഒരു തുടക്കത്തിലൊരു ഇൻട്രോ സോങ് പോലത്തെ ഒരു സോങ് ഉണ്ട്. ആ സോങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നല്ല തിയേറ്ററിൽ ഒരുവിധം എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അവിടുത്തെ സ്പോട്ടിലെ റെസ്പോൺസ് കണ്ടപ്പോൾ മനസ്സിലായത്. മറ്റ് രണ്ട് ഗാനങ്ങളും വലിയ കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദർ സാറാണ്. നമുക്കറിയാം പുള്ളിക്കാരൻ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. സോ നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്.
സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നത് അവിടെയെല്ലാം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. സോ സിദ്ദിഖ് സാറിന്റെ സിനിമ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ വലിയൊരു സംഭവമായിട്ടാണ്. ആ ഒരു എക്സ്പെക്ടേഷൻ ഇത്തവണ വളരെ എക്സ്പെക്ടേഷൻ വിചാരിച്ചത്ര നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ലൈക്ക് നമ്മൾ കാണുന്ന ഒരു കോമഡി, ഫ്രഷ്നെസ് ഉള്ള ഒരു കോമഡി നമുക്ക് കിട്ടിയില്ല, അതാണ് പ്രധാനപ്പെട്ട കാരണം. എന്നിരുന്നാലും അവർ സംസാരിക്കുന്ന കൗണ്ടറുകൾ നമുക്ക് പലപ്പോഴായിട്ട് നമുക്ക് ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ വീക്കെൻഡാണ്, വെള്ളിയാഴ്ചയാണ്, ഇങ്ങോട്ടങ്ങോട്ട് 2 ദിവസങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. സോ ഈ ദിവസങ്ങളിൽ ഒരു ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഫുക്രി. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഭയങ്കര എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. ലൈക്ക് എന്നിരുന്നാലും ആവശ്യത്തിന് അവിടെ എവിടെയൊക്കെയായിട്ട് ചിരിക്കാനുള്ളത്, അത്യാവശ്യം ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഭവം സെക്കൻഡ് ഹാഫാണ് നമുക്കുള്ളത്. സോ അങ്ങനെ അത്യാവശ്യം ഒരു എന്താ പറയുക, വൺ ടൈം വാച്ചബിൾ മൂവി തന്നെയാണ് ഫുക്രി എന്നുള്ളത്. സോ ഈ സിനിമയ്ക്കുള്ള റിവ്യൂ ഔട്ട് ഓഫ് 10 ഐ ഹാവ് ടു ഗീവ് 5.5. 5.5 ആണ് എനിക്ക് ഈ സിനിമയ്ക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന മാർക്ക്. അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് 5.5 ആണ് വെച്ചിരിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാം. നെക്സ്റ്റ് ടൈം വേറെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം.